പിന്നെ 1000 രൂപ കിട്ടിയത് വേറെയാണ്. പക്ഷേ ഇത് 62 ലക്ഷം പേർക്ക് കിട്ടുകയാണ്. തൊഴിലുറപ്പ് തൊഴിലാളികൾ ഇപ്പോൾ ചെല്ലുമ്പോൾ എല്ലാ സ്ഥലത്തും ഒരു പ്രത്യേകത, അംഗൻവാടി, ആശ, അവരുടെ വലിയൊരു പിന്തുണ കാണാം. എല്ലാ സ്ഥലത്തും അത് കാണാമെന്നാണ് വിചാരിക്കുന്നത്. ഈ ഒരു ഹൃദയസ്പർശിയായിട്ടുള്ള ഈ പറഞ്ഞ അനുഭവങ്ങളുണ്ടല്ലോ മനുഷ്യരുടെ ജീവിതത്തിലും അവരുടെ, എനിക്കൊന്ന് വയോജന സംരക്ഷണത്തിൻ്റെ ഏറ്റവും നല്ല ഒരു മാതൃകയാണ് ലോകത്തിന് തന്നെ എടുക്കാവുന്നത്. കാരണം 60 വയസ്സ് കഴിഞ്ഞ മനുഷ്യരെ അങ്ങനെ ചേർത്ത് പിടിക്കുക, ഒരു പെൻഷൻ പോലും ഇല്ലാത്ത ഒരു 60 വയസ്സ് കഴിഞ്ഞവനും ഈ നാട്ടിലുണ്ടാവരുത് എന്ന് പറയുന്ന ഒരു ആശയത്തിലേക്ക് നമുക്ക് നന്നായി മുന്നോട്ട് പോകാൻ കഴിയുക. ആ അനുഭവം പങ്കുവെക്കുന്ന ഇപ്പോൾ മിനിസ്റ്റർ പറഞ്ഞതുപോലെയുള്ള ചില അനുഭവങ്ങളാണ് നമ്മൾ കാണുന്നത്. ഞങ്ങൾക്ക് രണ്ടാൾക്കും കൂടി ഒരു മാസം 4000 രൂപ പെൻഷൻ ഇപ്പോൾ കിട്ടുന്നുണ്ട്. മറ്റു മക്കളുടെ ഒന്നും ആശ്രയമില്ലാതെ ഗവൺമെൻറ് തരുന്ന പൈസ കൊണ്ടാണ് ഞങ്ങളുടെ ദൈനംദിനമായ ചിലവും മരുന്നും മറ്റാവശ്യങ്ങളും നടക്കുന്നത്. 2 മക്കളുണ്ട്. അവരുടെ മുമ്പിലൊന്നും കൈ നീട്ടാതെ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നുണ്ട്. അവരെ ഇടയ്ക്ക് സഹായിക്കാൻ പറ്റുന്നുണ്ട്. എനിക്ക് ഈ പൈസ കിട്ടുന്നതും എൻ്റെ മരുന്ന്, എൻ്റെ ചായ കൂടി എല്ലാ കാര്യവും നടക്കുന്നുണ്ട്. പെൻഷൻ വീട്ടിൽ കൊണ്ട് തരുന്നുണ്ട്. വീട്ടിൽ നിന്നെല്ലാം അത് കിട്ടിയതുകൊണ്ട് എല്ലാ ചിലവും കഴിയുന്നു. വേറെ പെൻഷൻ ഒറ്റ പെൻഷനേലും. അതായത് എൻ്റെ മരുന്ന്, എൻ്റെ ചായ കൂടി മക്കൾക്ക് കൊടുക്കാൻ കൊച്ചുമക്കൾക്കൊക്കെ വല്ലപ്പോഴും വല്ലതും കൊടുക്കും, മക്കൾക്ക് വല്ലതും കൊടുക്കും. അതൊരു ചെറിയ കാര്യമല്ല, അത് ഒരു കോൺഫിഡൻസ് ആണ്.